അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ഞാൻ പാരായണം ചെയ്തത് വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 208-ാമത്തെ ആയത്താണ്. അതിനകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല സത്യവിശ്വാസികളോട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വസിച്ച ആളുകളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഉദ്ഖുലൂ നിങ്ങൾ പ്രവേശിക്കണം, ഫിസ്സിൽമ് ഇസ്ലാമിലേക്ക്, പരിപൂർണമായ കീഴ്വണക്കത്തിലേക്ക്, അനുസരണയിലേക്ക്, കാഫ പരിപൂർണമായിക്കൊണ്ട്. ഇവിടെ ഉയർന്നു വരുന്നൊരു ചോദ്യം എന്താണ് ഇസ്ലാം എന്നാണ്. പല ആളുകൾക്കും പെട്ടെന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം ലഭിക്കണമെന്നില്ല. എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വാക്കുകളിൽ നിന്നാണ് പ്രധാനമായും ഇസ്ലാം എന്ന പദമുണ്ടായിട്ടുള്ളത്. സലാം അഥവാ സമാധാനം എന്ന് പറയുന്ന വാക്കിൽ നിന്നും, സിൽമ് അഥവാ തന്റെ ഇച്ഛയെ, തന്റെ ആഗ്രഹങ്ങളെ സർവലോക പരിപാലകനായ അള്ളാഹുവിന് സമർപ്പിക്കുക എന്ന വാക്കിൽ നിന്നുമാണ് ഇസ്ലാം എന്ന വാക്കിന്റെ ഉത്ഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് തന്റെ ഇച്ഛയെ അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സമാധാനം കൈവരിക്കുന്നവർക്കാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും, ഇസ്ലാമിന്റെ ചില നിയമങ്ങൾ അവർ പാലിക്കുകയും അവർക്ക് അനുയോജ്യമല്ലാത്ത പല നിയമങ്ങളെയും നിരാകരിക്കുന്നതുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകൾ അനന്തരാവകാശ സ്വത്ത് അത് ഭാഗം വെക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ നിയമങ്ങളെ നിരാകരിക്കാറുണ്ട്. ചില ആളുകൾ സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുന്നിടത്ത് അള്ളാഹുവിന്റെ നിയമത്തെ വിസ്മരിച്ചുകൊണ്ട് ആ ഇടപാടുകൾ നടത്താറുണ്ട്. പലിശയുടെ കാര്യം വരുമ്പോൾ വളരെ കൃത്യമായ നിർദ്ദേശം അള്ളാഹുവും അവന്റെ റസൂലും പലിശയുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചിട്ടുണ്ട്. അതിനെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്. പലിശ വാങ്ങുന്നവൻ, കൊടുക്കുന്നവൻ, എഴുതുന്നവൻ, അങ്ങനെ അതിന്റെ എല്ലാ മേഖലകളും ഹറാമാക്കിയതാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ചില ആളുകൾ ആ മേഖലയിൽ ശ്രദ്ധിക്കാറില്ല. ചില ആളുകളാകട്ടെ ലോട്ടറിയുമായി ബന്ധപ്പെട്ട്, ചൂതാട്ടവുമായി ബന്ധപ്പെട്ട് ഈ ലോട്ടറി എടുക്കുന്നതിലൊന്നും യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ അവരത് എടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ മാഇദയിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വസിച്ച ആളുകളെ, ഇന്നമൽ ഖംറു വൽ മൈസർ, നിശ്ചയമായും മദ്യവും അതുപോലെ തന്നെ ചൂതാട്ടവും അതുപോലെ പ്രശ്നം വെച്ച് നോക്കല്, ഇതൊക്കെ റിജ്സും മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നാണ്. ഫജ്തനിബൂ, അവയിൽ നിന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? വിട്ടു നിൽക്കണം. ലഅല്ലക്കും തഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം. അപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല പരിപൂർണമായി ആ ഇസ്ലാമിലേക്ക് കടന്നു വരാനാണ് പറയുന്നത്. ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ വരുന്ന സന്നിഗ്ധ ഘട്ടങ്ങളിൽ ആ നിയമങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കുമോ എന്നുള്ള ഭയം കാരണം അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹും അവന്റെ റസൂലും വെച്ച നിയമങ്ങളോട് വിമുഖത കാണിക്കാറുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു തആലയും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ ഖണ്ഡിതമായ ഒരു കൽപ്പന നൽകി കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു ആണിനോ ഒരു പെണ്ണിനോ മറിച്ച് ഒരു അഭിപ്രായം ഉണ്ടാകാൻ പാടുള്ളതല്ല എന്ന് വിശുദ്ധ ഖുർആനിന്റെ വളരെ കൃത്യമായ കൽപ്പന നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ അഹ്സാബ് 33-ാമത്തെ അധ്യായം, ആ സൂറത്തുൽ അഹ്സാബിന്റെ 36-ാമത്തെ ആയത്തിൽ ഈ ഒരു കൽപ്പന നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതാണ് മുസ്ലിമിന്റെ കാഴ്ചപ്പാട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, വിശ്വസിച്ച ആളുകളെ നിങ്ങൾ പരിപൂർണമായിക്കൊണ്ട്
ആ ഒരു ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം എന്നാണ് ഇവിടെ ഈ പരിശുദ്ധ ഖുർആനിന്റെ ഈ വചനത്തിൽ ഉണർത്തിയിട്ടുള്ളത്. അള്ളാഹുവും അവന്റെ റസൂലും കൽപ്പിച്ചതനുസരിച്ച് പരിപൂർണമായി ഇസ്ലാം എന്ന ആ ദീനിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നാം ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.